ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം എന്നെ അറിയുന്ന ദൈവം എന്നതിനെ കുറിച്ചാണ്. 139 സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് സ്പർശിക്കുന്ന അത്ഭുതകരമായ മണിക്കൂറുകളിലേക്ക് ഇതാ നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടുംബത്തിലുണ്ടായ അനുഭവം ആ കുടുംബം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ടിനു എന്നാണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എനിക്ക് 17 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ എന്നെ അലട്ടിയിരുന്ന ഒരു അലർജി രോഗപീഠ ഉണ്ടായിരുന്നു. വിയർക്കുമ്പോൾ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ചു വരുന്ന ഒരു രോഗമായിരുന്നു അത്. കുറച്ചു ദൂരം നടക്കുമ്പോഴും ചെറിയ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ശരീരം വിയർത്ത് ചൊറിഞ്ഞ് തടിച്ച് ഞാൻ വല്ലാതായി തീരുമായിരുന്നു. ആ ഒരു രോഗവുമായിട്ടാണ് 17 വർഷം ഞാൻ ജീവിച്ചത്. 2009 ജൂലൈ മാസം 6-ാം തീയതിയിലെ അഭിഷേകാഗ്നി പരിപാടിയുടെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എൻ്റെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ രോഗം എൻ്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടേയില്ല. സർവശക്തനായ ദൈവത്തിന് സ്തുതി. ടിനു കുര്യൻ ഇടുക്കിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 5-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമാണ് എന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 29-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാം വാക്യം, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും തലമുറകളിലേക്കും പ്രവഹിക്കുകയാണ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി, വചനത്തിൻ്റെ ശക്തി ദേശങ്ങളിലേക്കും തലമുറകളിലേക്കും ജനപദങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളുടെ അടിത്തറകൾ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തിന്മകളും കോട്ടകളും പരാജയങ്ങളും തകർച്ചകളും കുടുംബങ്ങളിൽ നിന്ന് വചനശക്തിയാൽ വിട്ടുമാറിപ്പോകട്ടെ. ശാപങ്ങളും തിന്മകളും പാപങ്ങളും പാപത്തിൻ്റെ അടിമത്തങ്ങളും തഴക്കദോഷങ്ങളും കുടുംബങ്ങളിൽ നിന്നും വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കിടക്കയിൽ കിടക്കുന്ന രോഗികളും ഇരുന്നേക്കാൻ പറ്റാത്ത വിധം കസേരയിൽ തന്നെ ഇരിക്കുന്ന രോഗാവസ്ഥയോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ രോഗികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പലതരത്തിലുള്ള പൈശാചിക സ്വഭാവങ്ങളും രോഗത്തിന്റെ ബന്ധനങ്ങളും പലതരത്തിലുള്ള തിന്മ ദുസ്വഭാവങ്ങളും ബന്ധിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിന് വേണ്ടി തുറവി അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഓ ദൈവമേ, ആത്മീയ കാര്യങ്ങളോട് പരിഹാസം, പുച്ഛം, നിന്ദ ഇവ നിമിത്തം ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 139-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുലിഖിതം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നുണ്ട്. സങ്കീർത്തനം 139-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്.
ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു സഹോദരി വലിയ ദുഃഖത്തോടും ഭാരത്തോടും കൂടെ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അട്ടപ്പാടിയിലുള്ള സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഞാനും ബിനോയ് കരിമരുതങ്ങൾ അച്ഛനും കൂടെ വലിയൊരു കൂട്ടായ്മയിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിനോയ് വെച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, അതാ ആ സഹോദരി വലിയ ദുഃഖത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ പോയി ഇപ്പോൾ സഹോദരിയോട് സംസാരിക്കണം. ആ സഹോദരിയുടെ അടുത്ത് ബിനോയ് കരിമരുതങ്ങൾ അച്ഛൻ പോയി ആ സഹോദരിയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. സഹോദരിയോട് സംസാരിച്ച് 2 മിനിറ്റ് കൊണ്ട് ബിനോയ് അച്ഛൻ പറഞ്ഞു, സഹോദരിയുടെ ഹൃദയത്തിലെ ദുഃഖവും ഭാരത്തെക്കുറിച്ച് ഇതാ വട്ടായിലച്ചൻ സംസാരിക്കാൻ വിട്ടിരിക്കുകയാണ്. ഉടനെ ആ സഹോദരിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ആ സഹോദരി ചോദിച്ചു, വട്ടായിലച്ചന് എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം മനസ്സിലായോ? ഉടനെ ബിനോയിച്ചൻ പറഞ്ഞു, സഹോദരിയുടെ ദുഃഖങ്ങൾ അച്ഛൻ അറിഞ്ഞ് ദുഃഖം അറിഞ്ഞത് കൊണ്ടാണ് എന്നെ സംസാരിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. ഉടനെ ആ സഹോദരി വാവിട്ടങ്ങോട്ട് നിലവിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെങ്കിലും എൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒറ്റ പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ബിനോയിച്ച കുറേ നേരം ആ സഹോദരിയുമായിട്ട് ആ സഹോദരിയുടെ ദുഃഖങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, 3 മാസങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി. നോക്ക്, ദുഃഖവും ഭാരവും സങ്കടവും കണ്ണുനീരും ഏകാന്തതയും ഒറ്റപ്പെടലും നിമിത്തം 3 മാസങ്ങളായി ഉറങ്ങാൻ പോലും പറ്റാതെ വലിയ ക്ലേശത്തിലും ഭാരത്തിലും ഇരുന്നിരുന്ന മനസ്സ്, ആ മനസ്സ് ഒരു ആശ്വാസം അനുഭവിച്ചത് അച്ഛനെങ്കിലും എൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ വലിയൊരു വേദനയാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ചിന്ത, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന ഒരു അനുഭവം. എന്നാൽ വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ജീവിക്കുന്ന ദൈവം എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് വിശുദ്ധ ലിഖിതം നമുക്ക് വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ സംഭവം നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായം. അവിടെ സാവൂൾ എന്ന് പറയുന്നൊരു വീരപരാക്രമി ക്രിസ്തു മാർഗത്തിലേക്ക് ചേർന്നിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ ബന്ധിച്ച് മർദ്ദിച്ച് അവരെ ഡമാസ്കസിൽ നിന്ന് ജെറൂസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രവും വാങ്ങി ജെറൂസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർഗമധ്യേ കർത്താവായ യേശു അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കുതിരപ്പുറത്ത് നിലത്ത് വീണു. ഇതാ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടായി. അവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ സ്ഥിതി എന്താണെന്ന് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ഡമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നോക്കുക, അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇടത്തോടെ നീങ്ങണമെങ്കിലും വലത്തോടെ നീങ്ങണമെങ്കിലും ആരെങ്കിലും കൈക്ക് പിടിച്ച് കൊണ്ടുപോകണം. എല്ലാ കാഴ്ചയും നഷ്ടപ്പെട്ട, കണ്ണ് തുറന്നിരിക്കുന്നു, കാഴ്ചയില്ല. അവൻ്റെ സ്ഥിതി എന്താ? അവൻ 3 ദിവസമായി ഒന്നും കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഭക്ഷണവും ജലപാനം പോലും നിർത്തിയിട്ട് അവൻ 3 ദിവസമായി ഒരു മുറിക്കുള്ളിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-11 ലിഖിതങ്ങൾ എന്താണ് നമ്മൾ കാണുന്നത്? ഇങ്ങനെ വേദനിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന, പ്രാർത്ഥിച്ചിരിക്കുന്ന സാവൂളിനെ അറിയുന്ന ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഉടനെ തന്നെ കാണുന്ന 10-11 ലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അനനിയാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ഡമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു, അനനിയാസ്, അനനിയാസ്. അവൻ വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ.
കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സൗളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളോടും കൂടെ കൃത്യമായി അനനിയാസിന് സൗളിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അനനിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനനിയാസ്, അനനിയാസ്, ഇതാ ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന ആ തെരുവിൽ യൂദാസിന്റെ ഭവനത്തിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് 3 ദിവസമായി ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ ഭക്ഷിച്ചിട്ടില്ല, അവൻ പാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ താർസോസുകാരനായ സൗളിനെ ചെന്ന് വിളിക്കണം. നോക്ക്, ആ സൗൾ ഏത് ദേശക്കാരനായിരുന്നുവെന്നും അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും അവനിപ്പോൾ ഏത് വീട്ടിലാണെന്നും ഏത് മുറിയിലാണെന്നും ഏത് അവസ്ഥയിലാണെന്നും എല്ലാം കൃത്യമായി ദൈവം അനനിയാസിനെ അറിയിക്കുകയാണ്. സൗളിനെ അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ വിശുദ്ധ ലിഖിതം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ, പേര്, നാട്, ഇരിക്കുന്ന സ്ഥലം എല്ലാം എൻ്റെയും നിങ്ങളുടെയും ദൈവം അറിയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, അവിടെ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ബാബിലോണിയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ് ദേശക്കാര്. അന്ന് ബാബിലോൺ ദേശം വലിയൊരു സാമ്രാജ്യ ശക്തിയായി വളർന്നിരുന്നു. ബാബിലോണിയർ രാജാവായിരുന്നു സൈറസ് രാജാവ്. ആ കാലഘട്ടത്തിൽ ദാനിയേൽ അവിടെ ജീവിച്ചിരുന്നു. ഈ ദേശത്ത് അന്നുണ്ടായിരുന്ന 2 തിന്മകളാണ്. ഒന്ന്, ബേലിന്റെ വലിയൊരു പ്രതിഷ്ഠ, ജനം മുഴുവൻ ബിംബാരാധകരായിരുന്നു. 2, വലിയൊരു വ്യാളമുണ്ടായിരുന്നു. ആ വ്യാളത്തെ ബാബിലോണിയർ സംപൂജ്യമായി ദൈവത്തെ പോലെ ആരാധിച്ചു പോന്നു. എന്നാൽ ദാനിയേൽ ഇത് 2ന്റെയും പൊള്ളത്തരം വെളിപ്പെടുത്തി അത് തെറ്റാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി. അതിന്റെ പരിണതഫലമായി വ്യാളത്തെ ദാനിയേൽ കൊന്നുകളഞ്ഞു. ബേലിന്റെ പ്രതിഷ്ഠയെയും ആ ആലയത്തെയും ദാനിയേൽ അഗ്നിക്കരയാക്കി ദഹിപ്പിച്ചു കളഞ്ഞു. ഇതുകൊണ്ട് ജനം മുഴുവൻ ദാനിയേലിനെതിരായി ഭയങ്കരമായ പ്രകോപനത്തിലായി. വലിയ വിപ്ലവം ഉണ്ടായി. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഈ ദാനിയേലിനെ വധശിക്ഷയ്ക്ക് സിംഹക്കുഴിയിലേക്ക് എറിയുന്നില്ലെങ്കിൽ രാജാവിനെയും കുടുംബാംഗങ്ങളെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞ് രാജാവിന് എതിരെ ജനം കലാപം ഉണ്ടാക്കി. ഉടനെ രാജാവ് ദാനിയേലിനെ ജനത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ദാനിയേലിനോട് രാജാവിന് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിലും ജനം കലാപം ഉണ്ടാക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ജനത്തിന്റെ ഇഷ്ടത്തിന് ദാനിയേലിന് വിട്ടുകൊടുത്തു. അങ്ങനെ 7 സിംഹങ്ങളെ അടച്ചിരുന്ന ഒരു ഗുഹയിലേക്ക് ദാനിയേലിനെ, ആ സിംഹക്കുഴിയിലേക്ക് ഈ ജനം വലിച്ചെറിഞ്ഞു. എന്താണ് ഈ സിംഹങ്ങൾ? ദിവസവും 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളെയും ഈ സിംഹങ്ങൾക്ക് തിന്നാൻ കൊടുത്തിരുന്നതാണ്. എന്നാൽ ദാനിയേലിനെ ആ സിംഹക്കുഴിയിലേക്ക് എറിയുമ്പോൾ ആ സിംഹങ്ങൾ വിശന്ന് ആക്രാന്തി പൂണ്ട് ദാനിയേലിനെ പിച്ചി ചീന്തണമെന്ന ഒറ്റ ആഗ്രഹത്തോടുകൂടി ദിവസങ്ങളോളം ആ സിംഹങ്ങളെ പട്ടിണിക്കിട്ടു. എന്നിട്ട് ദാനിയേലിനെ ആ സിംഹക്കുഴിയിലേക്ക് ഈ ജനങ്ങൾ കോപത്തോടെ വലിച്ചെറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹക്കുഴിയിൽ 7 ദിവസം ദാനിയേൽ അകപ്പെട്ടിരിക്കുകയാണ്. സിംഹങ്ങളൊന്നും ദാനിയേലിനെ ഉപദ്രവിച്ചില്ല. ദാനിയേൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, വെയിലും മഴയും അവൻ കൊള്ളുകയാണ്. അവന് സമയാസമയത്ത് വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ ആരുമില്ല. അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അവൻ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി. അവനൊന്നും മിണ്ടാൻ ആരുമില്ല, അവനൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, അവനൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഒന്ന് മറുപടി പറയാൻ ആരുമില്ല. അങ്ങനെ സിംഹക്കുഴിയിൽ ആരും അയാൾക്ക് വേണ്ടി ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ദാനിയേൽ. പക്ഷേ ദാനിയേലിന്റെ അവസ്ഥ ദൈവം അറിയുന്നുണ്ട്. ദാനിയേലിന്റെ ഓരോ അവസ്ഥയും ദൈവം അറിയുന്നുണ്ട്. അവൻ വെള്ളം കുടിച്ചിട്ട് ഇത്ര ദിവസമായി, അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര നേരമായി, അവൻ്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ സ്ഥിതി ഇന്നതാണ്, അവൻ്റെ ആരോഗ്യത്തിന്റെ സ്ഥിതി ഇന്നതാണ്, എല്ലാം അറിയുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഒരു ഇടപെടൽ നടത്തിയതാണ്. ദാനിയേലിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 33 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. ഹബക്കുക്ക് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വയലിലേക്ക് കുറച്ച് അപ്പവും കറികളുമായിട്ട് പോകുമ്പോൾ ദൈവം ഇടപെട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിൽ ഉണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂദയാ രാജ്യത്ത് നിന്ന്
ബാബിലോൺ ദേശത്തേക്ക് എത്തണമെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. എന്നാൽ ഈ യാത്രാ ദൂരമോ ഈ വഴികളോ ഇതൊന്നും പരിചയമില്ലാതിരുന്ന ഹബക്കുക്കിനോട് ദൈവദൂതൻ പറയുകയാണ്, ഇതാ ബാബിലോൺ രാജ്യത്ത് സിംഹക്കുഴിയിൽ ദാനിയേൽ എന്ന് പറഞ്ഞ വ്യക്തി ദിവസങ്ങളായി ഭക്ഷണം കിട്ടാതെ കിടക്കുകയാണ്. ഇപ്പോൾ അവന് ഭക്ഷണം കൊണ്ടുപോയി നീ കൊടുക്കണം. ഹബക്കുക്ക് പറഞ്ഞു, 35-ാമത്തെ വാക്യം, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. നോക്ക്, ദാനിയേലിന്റെ മനസ്സ് നിറഞ്ഞു. കാരണം ദാനിയേലിന് വലിയൊരു വിഷമമാണ്. ദിവസങ്ങളായി അവൻ ഭക്ഷണവും പാനീയവും കഴിച്ചിട്ടില്ല, അവന് ആരുമില്ല, അവന് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് തന്നെ ഈ ഞെരുക്കത്തിൽ എന്നെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് വരെ സംശയം തോന്നാവുന്ന ഒരു അന്തരീക്ഷം. അതിൻ്റെ നടുവിലാണ് ഞാൻ നിന്നെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഇടപെടൽ ദൈവം ചെയ്യുന്നത്. അപ്പോൾ ദാനിയേൽ സന്തോഷത്തോടെ പറയാണ്, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഓരോ അവസ്ഥകളും അറിയുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമായ കർത്താവ്. എന്നെ അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിച്ച് തളരരുത്, ദുഃഖിക്കരുത്. എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം, അവിടെ 8 മുതലുള്ള തിരുലിഖിതങ്ങൾ. ജസബൽ രാജ്ഞിയോട് ആഹാബ് രാജാവിനോട് പോരടിച്ച് ബാലിനെയും ബാലിന്റെ 400-ലധികം വരുന്ന പ്രവാചകന്മാരെയും വധിച്ച് അതെല്ലാം നശിപ്പിച്ച് അങ്ങനെ ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയുടെ ശത്രു സമ്പാദിച്ചിരിക്കുകയാണ്. ജസബൽ രാജ്ഞി ഏലിയ പ്രവാചകനോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുത്തിരിക്കുമെന്ന് പറഞ്ഞ് അവൾ വെല്ലുവിളിച്ച് ഏലിയ പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ആ ദേശത്ത് നിന്ന് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത് ഒരു ബഹുദൂരം ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനും ഏലിയായി വിട്ടുപോയി. പിന്നെ ഏലിയ ഒറ്റയ്ക്കായി. അതാണ് 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടുന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചൂടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. ഏലിയ ഭക്ഷണപാനീയം ഇല്ലാതെ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ദൈവം അറിഞ്ഞു. അവന് വേണ്ടി ചുട്ട അപ്പവും വെള്ളവും തലയ്ക്ക് കൊണ്ട് വെച്ചിട്ട്, ഏലിയായെ, ഏലിയായെ, എഴുന്നേക്ക്, ഭക്ഷിക്ക്, കുടിക്ക് എന്ന് പറയുന്നൊരു ദൈവം രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ ദൈവവചനം നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. ഇത് തന്നെയാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29, 30, 31 തിരുലിഖിതങ്ങൾ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം അറിയുന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കുന്നില്ല എന്ന് ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. 2 കരങ്ങൾ ഉയർത്തട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വർഷങ്ങളായി സമാധാനം നഷ്ടപ്പെട്ട് അരിഷിതാവസ്ഥയിൽ കഴിയുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. സമാധാനം ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല. എൻ്റെ ഒരു മുടിനാരിഴ നിലത്ത് വീഴണമെങ്കിൽ എൻ്റെ ദൈവം അനുവദിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ദൈവവചന ബോധ്യം ഹൃദയങ്ങളിലേക്ക് അഭിഷേകമായി നിറയട്ടെ. ഓ ദൈവമേ, ഈ ദൈവമക്കളെ ഭയപ്പെടുന്ന
വേദനപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ഇവരുടെ ജീവിതത്തിന്റെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ നാരകീയ സേനകളെയും പരാജയ ശക്തികളെയും എല്ലാ തരത്തിലുള്ള ജീർണതയുടെയും അരാജകത്വത്തിന്റെ അരുവികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. ഭയത്തിന്റെയും പേടിയുടെയും അരുവികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അരിഷ്ടതാവസ്ഥയുടെയും ദുഷ്ചിന്തയുടെ അരുവികൾ യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇപ്പോൾ നീങ്ങി മാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ, വിശ്വാസത്തിന്റെ ആത്മാവ് നിറയട്ടെ, ദൈവ പരിപാലനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നു യേശുനാഥനെ, ആരാധിക്കുന്നു 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 ഓസ്തിരൂപനെ, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ ദൈവം എന്നെ അറിയുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനത്തിൽ 51 അധ്യായം 16 വാക്യം, ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി ജീവിതത്തിൻ്റെ എല്ലാ അരിഷ്ടതാവസ്ഥയും ഭയവും ദുഃഖവും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്ന വേദന എല്ലാം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കട്ടെ. യേശുവിനെ വിളിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഓ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ജന്മനാ രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. മുടന്തുള്ള പാദങ്ങൾ, സന്ധിബന്ധങ്ങൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ, കണങ്കാലുകൾ ശക്തി പ്രാപിച്ചപ്പോൾ ചാടി എഴുന്നേൽക്കട്ടെ. മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടട്ടെ. മൂകന്റെ നാവ് ആനന്ദഗീതം ആലപിക്കട്ടെ. കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, സ്ഥലം വാങ്ങാനുള്ള തടസ്സങ്ങൾ, പഠനത്തിനുള്ള തടസ്സങ്ങൾ, ദൈവമേ, ഓരോ തടസ്സങ്ങളിൽ തകരുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിച്ച് തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. എൻ്റെ പേര് മറിയാമ്മ. എനിക്ക് 9 കൊല്ലമായി ഈ അസുഖമായിട്ട്. 2 വട്ടം അറ്റാക്ക് വന്നു. പിന്നെ എനിക്ക് ഷുഗർ, പ്രഷർ, പിന്നെ എനിക്ക് അൻസർ വന്നു. ആ ഈ വയറ്റിൽ മുഴ പൊട്ടി.
പിന്നെ കൈയും കാലും തളർന്നു. 5 മുഴ മാസം വന്നിട്ട് ആ മുഴ പൊട്ടി ക്യാൻസറിന്റെ മുഴ പൊട്ടി. പിന്നെ കൈയും കാലും തളർന്നു. ഞാൻ 5 മാസം കിടന്നു. ഞാൻ കിടന്ന കിടപ്പ് 5 മാസം കിടന്ന കിടപ്പ്, ഒരേ കിടപ്പ് തളർന്ന് കിടന്ന സഹോദരിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നേരത്തോടെ നേരെ എത്തണം, ഓർമ്മ വരികയാണെങ്കിൽ ഇതേപോലെ കിടക്കും എന്നാണ് പറഞ്ഞ ഡോക്ടർ. ഞാൻ അന്നും എന്നും ഞാൻ കർത്താവിനോട് അപേക്ഷിക്കാറുണ്ട്. അതേപോലെ അച്ഛൻ്റെ 8:30 ഇത് ഞാൻ കാണാറുണ്ട്. അഭിഷേകം കാണാറുണ്ട്. TV കൂടെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, കുറേ മക്കളെ കയ്യും കാലും തളർന്ന മക്കളെ മാറിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ ചാടി എന്നെ ഏറ്റു. കാരണം കിടന്ന കിടപ്പ് തന്നെയാണ്. 5 മാസം കിടന്ന കിടപ്പ് തളർന്ന് കിടക്കുകയായിരുന്നു. കിടന്ന കിടപ്പ് തന്നെയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു ദിവസം ടെലിവിഷനിൽ അഭിഷേകത്തിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ ആ ടെലിവിഷനിൽ വചനം പ്രഘോഷിച്ചിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മ പ്രേരണ നടന്നു. ഇപ്പോൾ കട്ടിലിൽ തളർന്ന വെറുതെ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നു എന്നൊരു അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ അതിൽ പങ്കുവച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്നെ ദൈവം അവിടുന്ന് ചാടി ഞാൻ അവിടുന്ന് ഏറ്റു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മാറി. അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്.